വന്ദേമാതരം ആലപിക്കുന്നതിൽ കേരളത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. വന്ദേമാതരം ആലപിച്ചില്ല എങ്കിൽ നിയമ നടപടി ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിൽ ആശങ്കയുള്ളത്. ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. വിവാദത്തിൽ മുഖ്യമന്ത്രി ഇപ്പോഴും മൗനം തുടരുന്നു. എന്നാൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കേണ്ട എന്ന നിലപാടിലാണ് മന്ത്രിമാർ. സത്യപ്രതിജ്ഞാ സമയത്ത് ലോക്ഭവൻ എടുത്ത ചില നിലപാടുകളുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. സാധാരണഗതിയിലൊരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഭാഗമായി വരുന്ന സർക്കുലറുകൾ അങ്ങനെ ഫോർവേഡ് ചെയ്യപ്പെടാം. അതിൽ ഒരു പോരായ്മയുണ്ട്, അതിൽ ചില രാഷ്ട്രീയമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ അതിവിടെ മുഖ്യമന്ത്രി കറക്റ്റ് ചെയ്തു, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇനി നമ്മൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതില്ല. ഗാന്ധി, നെഹ്റു അടക്കമുള്ള ആളുകൾ ജീവിച്ചിരുന്ന കാലത്ത് വന്ദേമാതരത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഇത്ര സ്റ്റാൻസിയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ BJP എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇതിനെയൊക്കെ ഇങ്ങനെ പിൻപ്രിക്ക് ചെയ്യുകയാണ്. അതിൽ മുഴുവൻ പാടണമെന്ന് പറയുക, അപ്പോൾ അതിനെ പാടിക്കാനുള്ള സംവിധാനം ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. CMPയുടെ അഭിപ്രായത്തിൽ വന്ദേമാതരം എന്നുള്ള പാട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഗീതത്തിൻ്റെ, ദേശീയ ഗീതത്തിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ പണ്ട് AICC തീരുമാനിച്ച അത്രയും ഭാഗം അത് പാടിയാൽ മതിയെന്നാണ് CMP. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ വന്ദേമാതരം മുഴുവൻ ആലപിക്കില്ല എന്ന മന്ത്രിമാരും മുഴുവൻ ആലപിക്കാൻ ഉത്തരവിട്ടിട്ടില്ല എന്ന് ലോക്ഭവനും പറയുമ്പോൾ പിന്നെ ആർക്കാണ് കൺഫ്യൂഷൻ? സ്മൃതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സർക്കാർ ഇത് ദേശഭക്തി ഗാനത്തിന്റെ ഗണത്തിൽപ്പെടുത്തി അതിന് നിയമസംരക്ഷണം ഒരുക്കുമ്പോൾ അത് വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്നതാണ്. വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചില്ലെങ്കിൽ ആരെങ്കിലും പരാതി നൽകിയാൽ അതിൽ നിയമ നടപടിയിലേക്ക് പോകുമോ എന്നാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കേണ്ടതില്ല എന്ന ഉത്തരവ് അത് വാക്കാൽ നിർദ്ദേശത്തിനപ്പുറത്തേക്ക് നൽകാൻ സർക്കാരിന് സാധിക്കില്ല എന്നത് ഏറ്റവും പ്രധാന വെല്ലുവിളിയാണ്. നിലവിൽ ചീഫ് സെക്രട്ടറി കേന്ദ്ര സർക്കാരിൻ്റെ സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് നേരെ ഫോർവേഡ് ചെയ്തു. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് കൈമാറിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും എല്ലായിടങ്ങളിലും വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കേണ്ടി വരും. അത് കേന്ദ്ര നിയമം അനുസരിച്ച്. അവിടെയാണ് വെല്ലുവിളി വരുന്നത്. മന്ത്രിമാരൊക്കെ പരസ്യമായി തന്നെ പൂർണ്ണമായി ആലപിക്കേണ്ടതില്ലെന്ന് പറയുമ്പോഴും ആരെങ്കിലും പരാതി നൽകിയാൽ അതിൽ നിയമ നടപടി വരുമോ എന്ന അടക്കമുള്ള ആശങ്കയുണ്ട്. ആ കാര്യത്തിലാണ് ഇപ്പോൾ ഒരാശയക്കുഴപ്പം സർക്കാർ നിലനിൽക്കുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ ദേശീയ നിലപാടിനനുസരിച്ച് വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കേണ്ടതിൽ നിലപാടിലേക്ക് സർക്കാർ എത്തുകയും അതിൽ മുഖ്യമന്ത്രി തന്നെ ഒരു നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്താൽ മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. ഏതായാലും ഇക്കാര്യത്തിൽ ആയുധമാക്കി പ്രതിപക്ഷം മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.